പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണത്തിനിടയിലെ അനധികൃത മരം മുറി അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം വരുന്നു. ഇടുക്കി നേര്യമംഗലം മുതൽ വാളറ വരെ ദേശീയപാത വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട റിസർവ് വനത്തിലെ ഭൂമി കയ്യേറി മരങ്ങൾ മുറിച്ചു എന്ന സ്വകാര്യ വ്യക്തിയുടെ ഹർജിയിലാണ് ഇപ്പോഴത്തെ ഇടക്കാല ഉത്തരവ്. അനധികൃത മരം മുറിക്കും വനഭൂമി കയ്യേറ്റത്തിനും എതിരെയാണ് ഹർജിയെന്ന് ഹർജിക്കാരനായ MN ജയചന്ദ്രൻ പറയും. എന്തുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി അല്ലെ ബന്ധപ്പെട്ട അധികാരികൾ കേന്ദ്രമായി നിയമാനുസൃതം എടുക്കേണ്ട അനുമതികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, അവിടെ വെട്ടിപ്പോയ മരങ്ങൾ അതെങ്ങോട്ട് പോയി ആർക്കെങ്കിലും അറിയാമോ? അതെവിടെയാണ് എൻ്റെ ഇത്? അതുപോലെ അവിടെ നിന്ന് എടുത്ത മണ്ണ്, ആ മണ്ണ് എങ്ങോട്ട് പോയി? നമുക്കതിനെക്കുറിച്ചൊരു ധാരണയില്ല. ഇത് ജനങ്ങളുടെയും രാഷ്ട്രത്തിൻ്റെയും സ്വത്താണ്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഞങ്ങൾ ഉന്നയിച്ചിരുന്ന ആ കാര്യങ്ങൾ വസ്തുതാപരമാണ് എന്ന് തെളിയിക്കപ്പെട്ടു. കോടതിക്ക് പോലും അത് ബോധ്യപ്പെട്ടു. ഞങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം അതിനകത്ത്. ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, ഈ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ദേശീയപാത 85 നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 പഞ്ചായത്തുകളിൽ ഹർത്താൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ പുതിയ ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ കൂടി, വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് ആൽവിനെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിവരങ്ങൾ പറയാം. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ ദേശീയപാത 85 നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള തർക്കം തുടങ്ങിയിട്ട് കുറേ നാളുകളായിരുന്നു. ഇത് പലപ്പോഴും കോടതി കയറുന്ന സാഹചര്യമുണ്ടായി. കോടതിയിൽ നിന്ന് തന്നെ ഒരു ഉത്തരവുണ്ടായതിനെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിരുന്നത്. പക്ഷേ ഒരു സ്വകാര്യ ഹർജി ഇപ്പോൾ ഹർജിക്കാരൻ തന്നെ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. MN ജയചന്ദ്രൻ എന്ന BJPയുടെ പരിസ്ഥിതി സെല്ലിൻ്റെ നേതാവ് കൂടിയാണ് അദ്ദേഹമാണ് ഈ ഒരു ഹർജി കൊടുത്തത്. ഇത് വനഭൂമിയാണ് ഈ പ്രദേശം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഹർജി. ആ വനഭൂമി അല്ല എങ്കിൽ സർക്കാർ എന്തുകൊണ്ട് ഈ വനഭൂമി അല്ല എന്നുള്ളത് കാണിക്കുന്നില്ല? അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ കേസ് എടുക്കുമ്പോൾ എന്തുകൊണ്ട് ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഒളിച്ചുകളി നടത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അവിടെ നിന്ന് വെട്ടിമാറ്റപ്പെട്ടു പോയ മരങ്ങൾ അത് അനുവദിച്ചതിലും ഏറെയാണ്. അവിടുന്ന് എടുത്തുപോയ മണ്ണ്, നീക്കം ചെയ്തു പോയ മണ്ണ് അത് അതിലും അനുവദിച്ചതിലും ഏറെയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഈ മണ്ണും മരങ്ങളുമൊക്കെ എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഈ വനപാതയിൽ ഇത്തരത്തോളമുള്ള നിർമ്മാണം സാധ്യമാണോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. സാധ്യമാണ് എങ്കിൽ അതിനുള്ള അനുമതി കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. പക്ഷേ ഇതിനൊക്കെ വലിയ വിമർശനങ്ങളാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഡീൻ കുര്യാക്കോസ് MP അടക്കമുള്ളവർ നടത്തിയത്. സർക്കാർ ഇതിൽ ഒളിച്ചുകളി നടത്തുന്നു എന്നുള്ളതാണ് ഡീൻ കുര്യാക്കോസും പറഞ്ഞത്. ചീഫ് സെക്രട്ടറിയുടെ നിലപാട് പലപ്പോഴും വ്യത്യസ്തമായ നിലയിലാണ് ഹൈക്കോടതിയിൽ പറയുന്നത്. അതുകൊണ്ടാണ് കേസിൽ തോൽവി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇന്നലെ ഈ കേസിൻ്റെ വിധി വന്ന ഉടൻ തന്നെ വലിയ പ്രതിഷേധങ്ങൾ അടിമാലിയിലും അതോടൊപ്പം തന്നെ വെള്ളത്തൂവൽ, പള്ളിവാസൽ പഞ്ചായത്തുകളിൽ നടന്നിരുന്നു. ഇന്ന് ഈ 3 പഞ്ചായത്തുകളിലും UDF ഹർത്താലിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ LDFും അടിമാലി പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹർത്താൽ പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 6 വരെയാണ് ഹർത്താൽ. ഓക്കെ ആൽവിൻ, വ്യക്തമാണ്.